യെസ്, വാട്ടർ ബ്രേക്കായി ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2:45 ഇവിടെ കേട്ടാ, മോർണിംഗ്. പോവാം, ട്രിപ്പ് പോവാം. ലൈറ്റ് ഓഫ് കേട്ടോ. ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴേക്കും കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ വാഷ്റൂമൊക്കെ പോയി വന്ന് ഒരു 2:15 ഒക്കെ ആയപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് എന്തോ സംതിങ് റോങ് തോന്നി. അപ്പോൾ വാട്ടർ ബ്രേക്ക് ആയതിനാണ് ഞാൻ വേഗം ആൽവിനെ വിളിച്ചത്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് അവർ ലേബർ റൂമിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമായിട്ടാണ്. എനിക്ക് അതായിരുന്നു ഏറ്റവും, ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, വ്ളോഗ്സിലൊക്കെ ഞാൻ പലതും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് സമാധാനമായി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ആൽവിൻ്റെ കൂടി പോകണം. നൈറ്റ് റൈഡ് പോകണം. ഞങ്ങൾ നൈറ്റ് റൈഡ് ആദ്യം കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളിലോട്ട് കയറി. ഞാൻ ജസ്റ്റ് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാനാണ്. അപ്പോൾ നമുക്ക് 2nd ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അറിയില്ല കേട്ടോ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രൊസീജിയർന്ന്. എനിവേ ലേബർ റൂം 2nd ഫ്ലോറിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. യെസ്, ഐ എം കൂൾ. ആ ഫേസൊക്കെ എനിക്ക് മോർണിംഗ് ആയിട്ടുള്ള പഫിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ രീതിയിൽ കോൺട്രാക്ഷൻസ് ഉണ്ട്. യാ, പ്രേയിങ്. എയർപോർട്ടിലാണ് വൈസ്. സൗണ്ട് ഉണ്ട്, ഡും ഡും ഡും. വീട്ടിൽ പോകാൻ പറ്റില്ലേ? ഒന്നുമില്ലെങ്കിൽ അതാ പറഞ്ഞത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആ ചായ അടിപൊളി ചായയാണ് കേട്ടോ. കേട്ടോ, വാട്ടർ ചായ, വാട്ടർ ചായ. ഇവിടത്തെ പോയി നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരുടേതായ രീതിയിൽ കഴിക്കുക. അപ്പം എന്നോടിപ്പോൾ കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിളി ഇന്നുണ്ടാവും. ഫിംഗർ വെച്ച് ഫിംഗേഴ്സ് ക്രോസ്ഡ്. എനിക്ക് ഫിംഗേഴ്സ് ക്രോസ്ഡ് അല്ല, എനിക്ക് മമ്മ മേരിയാണുള്ളത്. നല്ല വാട്ടർ ചായ അരിയാത്ത ബ്രെഡും എന്നോട് കഴിക്കാൻ പറഞ്ഞേക്കണേ. ഇനി ഫുഡ് കഴിക്കാൻ പറ്റില്ല. അത് ബട്ടറൊക്കെ ഇടുമ്പോൾ കഴിക്കാം, ഒന്നും നോക്കണ്ട. യെസ്, ഇവിടെ ഒരു 5:30 മണിയാകാൻ പോകുന്നു. 5:20 ആയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് നൗ എന്താ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ടോസ്റ്റും അതാണ് കഴിച്ചത്. വേറെ ഒന്നും നമുക്കിവിടെ കിട്ടില്ലല്ലോ. അപ്പോൾ അത് കഴിച്ച് തൽക്കാലം. കാരണം വൺസ് ഹോർമോൺ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ട് മോർണിംഗ്. അതൊരു ഭയങ്കര വലിയ ആശ്വാസമായി, ഭയങ്കര സന്തോഷമായി. ഐ വാസ് സ്പ്രേയിങ് റോസറി കണ്ടിന്യൂസ്ലി. യാ, അപ്പോൾ എന്തായാലും ആൽവിൻ കൊച്ചിനെ ഒന്ന് സ്കൂളിൽ വിട്ടിട്ട് വരാം. സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവൻ സ്കൂളിലാണെന്നുള്ള ചിന്തയുണ്ടാവും. തിരിച്ച് വരുമ്പോൾ ആൽവിൻ പോയി പിക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും ഹോർമോൺ ട്രിപ്പ് ഇടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ റൈറ്റ് നൗ എൻ്റെ അടുത്ത് കിടക്കാൻ പറഞ്ഞു. അവർ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിക്കോളാൻ പറഞ്ഞ്. അപ്പോൾ യാ, എന്തായാലും എല്ലാം കറക്റ്റ് ആവട്ടെ. ജസ്റ്റ് പോയി വരുമ്പോഴേക്കും എല്ലാം റെഡി ആവട്ടെ, ഹോപ്പ്ഫുള്ളി. യെസ്, മിക്കവാറും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആൽവിനായിരിക്കും. എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല. പ്രോബബിളി ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം, April 2nd. എല്ലാം കറക്റ്റായിട്ടൊക്കെ വരട്ടെ, ഹോപ്പ്ഫുള്ളി. യാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹോർമോൺ ട്രിപ്പ് ഇടുന്നതിന് മുൻപ് തന്നെ അത്യാവശ്യം കോൺട്രാക്ഷൻസ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. ലൈക്ക് 10 മിനിറ്റ്സ് ഗ്യാപ്പിൽ വരുന്നുണ്ട്. 10-15 മിനിറ്റ്സ് ഗ്യാപ്പിൽ കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സോങ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ട് അവർ. യാ, കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഐ എം പ്രേയിങ്. നമുക്കെന്ത് ബ്രെഡ് ടോസ്റ്റ്. ഞാൻ എൻ്റെ ഒരു പേരക്ക എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 6:30 മണിയായിട്ടുണ്ട്. വാട്ടർ ലീക്ക് ബ്രേക്ക് ചെയ്തേക്കുന്നത് കൊണ്ട്
മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ പിന്നെയും ഇതാവുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നം. എനിക്കത് കുറച്ച് ടെൻസ്ഡാണ് ആ കാര്യത്തിൽ. പക്ഷെ കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ഈ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയില്ല ജസ്റ്റ് സമയത്ത് ഇത്രയും വാട്ടർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നാണ്. നല്ല വിറകം. ആസ് യു ഓൾ നോ, ജസ്റ്റ് ബോയ് ആണ് ഏറ്റവും എക്സൈറ്റഡ് ബേബിയുടെ അറൈവലിന്. അതുകൊണ്ട് തന്നെ കൊച്ചിനോട് പറയാതെയാണ് ഇറങ്ങിപ്പോയത് പെട്ടെന്ന് ധൃതി പിടിച്ച്. അതുകൊണ്ട് അവനെ വീഡിയോ കോൾ ചെയ്ത് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം April 2 ആയല്ലോ. അപ്പോൾ April 2 ബേബി വരും. അപ്പോൾ സ്കൂളിൽ വിടാൻ വേണ്ടി ആൽവിൻ പോയി. എല്ലാം അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആൽവിൻ കൊച്ചിനെ കൊണ്ട് അങ്കിളുടെ അടുത്ത് കൊണ്ടാക്കി. അങ്കിളാണ് കൊച്ചിനെ അന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തത്. എന്തായാലും സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും എല്ലാം റെഡി ആവുമല്ലോ എന്നുള്ള ചിന്തയിൽ. വയറ്റില് വയറൊക്കെ കെട്ടി കിടക്കണേ, കംപ്ലീറ്റ് വയറൊക്കെ കെട്ടി കിടക്കണേ. സോ ഹെവി കോൺട്രാക്ഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോയാണ്. അതല്ല ലാസ്റ്റ് വീഡിയോ എന്ന് ഞാൻ പറയും. ബിക്കോസ് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്കൊരു 10:45 ആയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. Same. Just like my son's chicken, the other one. But he was like, he was looking hefty, but this one is like tall, I think. He's very long. He's very tall. ഇവിടെ പോലെ പിരിക്കുന്നുണ്ട്. ഡാഡപ്പിരികം, ഡാഡച്ചുണ്ട്. മമ്മിക്കണ്ണാണോ? മമ്മിക്കണ്ണാണോ ഡാഡക്കണ്ണാണോ? ഗെസ് വാട്ട് ഗൈസ്, ഞാൻ ആരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചത് അറിയാമല്ലോ, നമുക്ക് ആ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അവൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളും ജസ്റ്റ് ബോയുടെ. കാരണം കൊച്ചു സ്കൂളിൽ നിന്ന് നേരെ വീട്ടിൽ വന്ന് കുളിച്ചിട്ടൊക്കെ ആൽവിനും കൊച്ചും കൂടി വരാനുള്ള ടൈമായി. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മിഡ് വൈഫ് സ്റ്റുഡൻ്റാണ് ഇത് എമയാണ്. എലിയും എമ്മയും ആയിരുന്നു എൻ്റെ മിഡ് വൈഫ്സ്. അപ്പോൾ എമ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ബട്ട് എഗെയിൻ ഏഞ്ചൽസ്, അവരൊന്നും പറയാനില്ല. എന്തായാലും ഒരു കൺഫ്യൂഷൻ വന്നതാണ്. കൊച്ചുങ്ങൾക്ക് കയറാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഈ ഒരു വാർഡിലോട്ട്. അപ്പോൾ താഴത്തെ 2nd ഫ്ലോറിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും 2nd ഫ്ലോറിലാണ്. അതുകൊണ്ട് അവിടെ വരാൻ പറ്റും എന്നാണ് ഈ എമ പറയുന്നത്. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. കാരണം ഞാൻ ആൽവിൻ വന്നിട്ട് ഒന്ന് ഷവർ ചെയ്യാം, ഒന്ന് കുളിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. പക്ഷേ ആൽവിനും ചെസ് ബോയും ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. ചെസ് ബോയും ആൽവിനും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് എമ്മ വന്നത്. എന്തായാലും എനിക്കത് ഭയങ്കര ഒരു പെട്ടെന്ന് വിഷമം തോന്നി. കാരണം ഒറ്റയ്ക്ക് പോയി പെട്ടെന്ന് ഷവർ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയ്യോ, നമുക്ക് പെട്ടെന്നൊരു ഫെയിൻറ്റിങ് ഫീലിംഗ് ആണല്ലോ, തലകറക്കവും ഒരു തളർച്ചയൊക്കെ ഉള്ളൊരു ടൈമാണല്ലോ ഈ ഒരു സമയം. But he's brought you stuff at your office. Bless. I don't know, I do apologise. That's okay, just get my mobile bill. Thank you so much. Sorry? Can you take my mobile please? Oh, bless you. It's okay. ഗൈസ്, ഇവിടെ ആരും ഇല്ല കേട്ടോ. ആൽബിനും കൊച്ചും താഴെയാണ്. ഇവിടെ മുകളിലോട്ട് പോലും അവർ കയറ്റുന്നില്ല കൊച്ചിനെ. ഞാൻ തനിയെ തന്നെ എല്ലാം ചെയ്തു. താങ്ക്ഫുള്ളി ചെസ് ബോയുടെ പോലത്തെ അവൻ്റെ സമയത്ത് എനിക്ക് കുറച്ച് ബ്ലീഡിങ് കൂടുതലായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര സ്ട്രെങ്ത്ത് ഉണ്ട്, മാതാവ് കൂടെ ഉണ്ട്. എനിവേ, കുളിച്ചൊക്കെ റെഡി ആയിട്ടില്ലേ, കൊള്ളാമോ? നഴ്സിംഗ് ഡ്രസ്സാണ് ഇതൊക്കെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല.
ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. ആള് നല്ല ഉറക്കമാണ്. എനിക്ക് ഫീഡ് ചെയ്യാനും പറ്റി. എന്തോ ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഇപ്രാവശ്യം. ഓക്കെ, ഇമോഷൻസൊക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കാം അല്ലേ. ഭയങ്കര ഒരു സ്ട്രെങ്ത് കർത്താവ് തരുന്നുണ്ട്, ഒന്നും പറയാനില്ല. യെസ്, എല്ലാം സെറ്റ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് താഴത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ആയിരുന്നു ഞാൻ നേരത്തെ കാണിച്ചില്ല, ആ റൂമാണ് നമ്മളുടെ റൂം. ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. അവളെ റാപ്പ് ചെയ്ത് വെച്ചേക്കണാണ്, സ്വാഡിൽ ചെയ്ത് വെച്ചേക്കണാണ്. എനിവേ, ബേബിനെ പിന്നെ ഡിസ്ക്ലോസ് ചെയ്യാം നമുക്ക് കേട്ടോ, കുറച്ച് കഴിയട്ടെ. ആള് എൻ്റെ കയ്യിലുണ്ടിട്ട ആള് ആൽവിനും കൊച്ചും താഴെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 5 o'clock അയക്കുന്നത്. എപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്, ബട്ട് ഐ വിൽ അപ്ലോഡ് ഇറ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ പ്രേയിങ്. ഞാനിപ്പം ഇമോഷണൽ ആവുന്നു. ഉറക്കമാണ്, കയ്യിൽ നിന്ന് മാറണില്ല. ഐ മീൻ കയ്യിൽ നിന്ന് ഇരിക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഡാഡ വന്നേക്കണേ കാണില്ല. ഡാഡ ചെക്ക് ചെയ്യ്, ഡൈപ്പറൊക്കെ ചെക്ക് ചെയ്യ്. ബൂവ താഴെ ഉണ്ടാ? ഇത്ര കുഞ്ഞായിരുന്നോ? അവിടെ കുഞ്ഞാപ്പിയാണ് നമ്മൾ കുത്ത് ചെക്ക് ചെയ്യാൻ ഡൈപ്പറൊക്കെ. ഇനിയിപ്പോൾ കരയണ വെറുതെ. ചെസ് ബോയിനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെസ് ബോയും കൂടി വന്നിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം, കാരണം കൊച്ചാണ് കാണേണ്ടത്. ചെസ് ബോയുടെ തന്നെ വേർഷനാണ്, ഒന്നും പറയാനില്ല. എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഫേസൊക്കെ റിവീൽ ചെയ്യാം. റിവീലെന്നല്ല, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. സോ കീപ് ആ ഫാമിലി ഇൻ യുവർ പ്രേയേഴ്സ്. ഈ റൂമിൽ ഞാനും കൊച്ചും മാത്രം. ആൽവിന് നിൽക്കാൻ പറ്റില്ല. 9 o'clock കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ആൽവിൻ ഇനി നാളെ രാവിലെ 9 o'clock വരാൻ പറ്റുള്ളൂ. സോ ഐ ഹാവ് ടു. ഇറ്റ്സ് ഓക്കെ, ഐ ഡു ഇറ്റ്. നല്ല സപ്പോർട്ടിംഗ് ആണ് ബേബി എന്തായാലും. ഇപ്പോൾ ജസ്റ്റ് പോയി വന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് പോയുടെ റിയാക്ഷനൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ബേബീനതേ ഇവിടെ കിടത്തിയിട്ടുണ്ട്. ജസ്റ്റ് പോയി വരുമ്പോൾ നമുക്ക് നോക്കാം എക്സ്പ്രഷൻസും എന്താണ് റിയാക്ഷൻ എന്ന് നോക്കാം കേട്ടോ. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സീ മൈ ജസ്റ്റ് ബോയ്. You want to check him right now? I can check him. I'm just doing some observations. Do you want me to come back in a few minutes? Can you? Yeah, that's Because they fine. are coming on the way. Yeah, that's fine. Yeah. Oh. Just a bit time, baby. A bit better than see. We'll come back soon and then we'll do some observation checks. No, it's all right. Oh, enjoy your family. Thank you so much. മിഡ് വൈഫ് വന്നതാണ് ചെക്ക് ചെയ്യാൻ. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞ ഹസ്ബൻഡും കൊച്ചും വരുന്നുണ്ട്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പോയി. എന്തായാലും പോയിട്ട് ഒരു 1/2 hour 1 hour കഴിഞ്ഞിട്ടാണ് വന്നത്. അത്രയും നേരം നമ്മളുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. He's just like you. It's just like your version. Look at you. Come this way. Andrew. Andrew, Bua. You wanna hold him? You wanna hold him? I'm scared. Kiss to him. ജസ്പോയുടെ എക്സ്പ്രഷൻസ് എനിക്ക് വിവരിക്കാൻ പറ്റില്ല. അവന് ഓൾമോസ്റ്റ് കരഞ്ഞു പോയി എന്ന് തന്നെ പറയാം. അത്ര സന്തോഷമായിരുന്നു മോന്. മോൻ കൊണ്ടുവന്നേക്കണ കണ്ടാ ഗൈസ്. പിന്നെ അതിന് മോൻ കൊണ്ടുവന്നേക്കണ കണ്ടാ അമ്മയ്ക്ക്. താങ്ക് യു ഡാർലിംഗ്, ഐ ലവ് യു. ആർ യു ഹാപ്പി?
Are you excited? This way is it here? Big Bua. Big brother. Oh, family photo. ഫാമിലി പിക്ക് എടുത്തിട്ടാ ക്ലോസ് ക്ലോസ് It's hard to believe നോക്ക് നോക്ക് it's actually happening. Hello. How is your feeling, Dumpling? I feel amazing right now. Today is like one of the best days of my life. All like the best days of my life. മുന്നേ ബേബിനെ കണ്ടപ്പോ എന്താ തോന്നിയ? I almost cried when I saw him, but I kept my emotions in like that. How is he? He's മോന്റെ പോലെ തന്നെയില്ലേ? yeah. ജസ്റ്റ് ബോയുടെ പിരികം നോസ് ലിപ്സ് ഇട്ടാ ജസ്റ്റ് ബോയ് തന്നെയാണ് കേട്ടാ. Mini me. മിനി മീ. Daughter lips and also. അതെ ഇത് ഡാഡയുടെ ഡാഡയും മമ്മി മിക്സ്ഡ് ആണ് അല്ലേ ചോ? കണ്ടതിൻ്റെ ഗൈസ് ഞാനപ്പോൾ കൊച്ചും കൂടി വന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കണമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഒരു 6 മണിയായിട്ടുണ്ട്. ജസ്റ്റ് പോയി ആൽവിനും ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ പോകും. 7 ഓ സോറി 7 മണിയായിട്ടോ സോറി. ഇവിടെ ടൈം മാറിയത് ഇവിടുത്തെ ക്ലോക്കിൽ അവർ മാറ്റിയിട്ടില്ല. അപ്പോൾ 7 മണിയായി. നാട്ടിലിപ്പോൾ മേ ബി നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ടാവും. യാ ഞാനപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോലെയാണ്. 7:30 മണി. ചെസ് ബോയ് ഉണ്ട്, ബേബി ഉണ്ട്, ഡാഡി ഉണ്ട്. ബേബിനെ അത്രയും കണ്ടാൽ മതി കേട്ടോ. പിന്നെ കാണിക്കാം കേട്ടോ. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ടു കമൻറ്റ്. യാ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Like our video, yeah? Yeah, like it now. Yes. Thanks for watching. See you next time. Bye bye.